സ്വാഗതം. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നോക്കാൻ പോകുന്നത് പൗർണമി ദിവസം നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ, ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ. താങ്ക് യു ഏഞ്ചൽസ്. ഏഞ്ചൽസ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് എൻ്റെ വ്യൂവേഴ്സിന് എന്തൊക്കെ മെസ്സേജസ് ആണ് ഈ പൗർണമി ദിവസം കൊടുക്കാനുള്ളത്? Reconsider. Yes. Opportunity. Ask for help from others. ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധിച്ചിട്ടോ റിലേഷൻഷിപ്പിലോ ലൈഫുമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റീകൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നും കൂടി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്നത് ഈ പൗർണമി ദിവസത്തിൽ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കതിൽ ഒരു യെസ് ഓർ നോ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യം അറിയാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ യെസ് എന്നാണ്. നിങ്ങൾക്ക് ഈ പൗർണമി ദിനത്തിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് നൽകുന്നത്. നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ മടി കൂടാതെ ചോദിക്കാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിയോടൊപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ അതൊരു മടിയും കൂടാതെ അവരോട് ചോദിക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് ടാരറ്റ് കാർഡ് കൂടി എടുത്തിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ഈ പൗർണമി ദിനത്തിൽ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. താങ്ക് യു മദർ യൂണിവേഴ്സ്. മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ പൗർണമി ദിവസത്തിൽ എന്ത് മെസ്സേജസ് ആണ് കൊടുക്കാനുള്ളത്? ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ യൂണിവേഴ്സിനോട്, മദർ യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഈ പൗർണമി ദിനത്തിൽ യൂണിവേഴ്സ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. 8 ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, ദി മൂണ്, കിങ് ഓഫ് സോർഡ്സ്, 10 ഓഫ് സോർഡ്സ്, 4 ഓഫ് സോർഡ്സ്, ദ ടവർ, ദ ചാരിയറ്റ് ആൻഡ് 9 ഓഫ് വൺസ്. നിങ്ങളിപ്പോൾ ഏതോ ഒരു കാര്യത്തിൽ വളരെയധികം ഒരു
വിക്ടിം മെൻറ്റാലിറ്റിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇതിൽ പെട്ടുപോയി, ഏതോ ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ടുപോയി ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എന്തിലോ നിങ്ങൾ പെട്ടുപോയി, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കാതെ നിങ്ങൾ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അതിൽ നിന്നിട്ട് പുറത്ത് കടക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനിൽ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അതോ റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ, ഒരു കണ്ണ് കെട്ടപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളൊരു ശരിയായ ഡിസിഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു ഇല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിയായ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ സാധിക്കാതെ പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകളാണ്. അത് മനസ്സിലൊരു ഭയവും ഒരു ശരിയായ ദിശയിൽ ചിന്തിക്കാൻ സാധിക്കാതെ ഒരു തെറ്റായ രീതിയിൽ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പോകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ വേദനകളൊക്കെ ഉണ്ട്. അതിന് ഒരു നല്ല രീതിയിൽ ചിന്തിക്കാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെ മാറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങളെ ആ ഒരു തോട്ട്, നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നിട്ട് മാറ്റാൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു പവർഫുള്ളായിട്ട് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ ഒരു പവർഫുള്ളായിട്ട് കിങ് ഓഫ് സോർട്സ്, അതുമാതിരി ഒരു പവർഫുൾ ഉള്ളായിട്ടൊരു മെൻ്റൽ എബിലിറ്റി നിങ്ങൾ കൊണ്ടുവരണം. നല്ലൊരു മാനസികമായിട്ടൊരു ധൈര്യമൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ലൈഫിനെ നേരിടാനാണ് പറയുന്നത്. ലൈഫിനെ നല്ലൊരു രീതിയിൽ നേരിടണം. നിങ്ങളിപ്പോൾ എല്ലാം തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന പോലെയുള്ള ആ ഒരു ഇതിൽ നിന്നിട്ട് നിങ്ങൾ മുകളിലേക്ക് എത്തണം. അതായത് 10 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾക്കൊരു ദൈവത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു പുലരി, ഈ ഒരു വിഷമത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു പുലരി നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയോടെ കാത്തിരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു നല്ല സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പൗർണമി ദിവസം തന്നെ നിങ്ങളിൽ നിന്നിട്ട് പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു തകർച്ച നേരിട്ടിട്ടുണ്ട്. അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് റിക്കവർ ഉണ്ടാവണം, നിങ്ങൾ മുന്നിലേക്ക് വരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു തകർച്ചയിൽ അങ്ങനെ തന്നെ നിൽക്കാതെ അത് കഴിഞ്ഞു പോയി, അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയി, നിങ്ങൾക്ക് ഈ പ്രസൻറ്റിൽ നിങ്ങൾ ജീവിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ശരിയായ രീതിയിൽ ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ട് യാത്ര ചെയ്യാന്നാണ് പറയുന്നത്. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം. ആ ഫോക്കസിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ വിഷമിച്ച് നിന്നിട്ട് ഒരു ബാരിക്കേഡ് സ്വയം നിർമ്മിച്ച് അതിനുള്ളിൽ കയറി നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്നിട്ടൊക്കെ പുറത്ത് കടന്നിട്ട് നിങ്ങൾ എപ്പോഴും വിഷമിക്കുന്നത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ട് അവർ വിജയം നേടി, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച് ആരോ വിജയം നേടി എന്ന് നിങ്ങളെ ഹർട്ട് ചെയ്ത് അവരുടെ വിജയത്തിനായിട്ട് നിങ്ങളുടെ സന്തോഷങ്ങളെ വെട്ടിക്കളഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഴിഞ്ഞു പോയ ആ ചിന്തകളെ കുറിച്ചിട്ടൊക്കെ മറന്നേക്കുക. അതൊക്കെ മറന്നിട്ട് നിങ്ങൾ നല്ലതിനായിട്ട് പ്രാർത്ഥിക്കുക. നല്ലതിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഈ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റി പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഓപ്പർച്യൂണിറ്റീസും എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പൗർണമി ദിവസം നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ അത് പോസിറ്റീവായിട്ട് സംഭവിച്ചു കഴിഞ്ഞു എന്ന് മാത്രം ചിന്തിക്കുക. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരുള്ളൂ. അത് മാത്രം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുള്ളൂ. നെഗറ്റീവായിട്ട് നിങ്ങൾ തോട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആ നെഗറ്റീവ് കാര്യങ്ങളെ ആകർഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങളെ മനസ്സിനെ അങ്ങനെ ഒരു പഠിപ്പിക്കുകയും അത് നിങ്ങൾ ഫീൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന്
എത്തുന്നതായിരിക്കും. ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒക്കെ തരുന്ന ഒരു മെസ്സേജസ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു.